ഈ കുട്ടി ആ റോഡിന് അപ്പുറം ചെന്നതിന് ബോധ്യമായതിനു ശേഷം മാത്രമേ മറ്റു വാഹനങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് വണ്ടി അയാളോട് സ്റ്റോപ്പ് ചെയ്യണം. ഇവിടെ അതൊക്കെ ചെയ്യുക, കുട്ടിയെ ഇടിച്ചിട്ട് കയറി പോകും. ആരാ ചോദിക്കാനുള്ള ഈ നാട്ടില്? ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? കൊല്ലം ജില്ലയിലെ മന്ത്രിയാണല്ലോ ജെ ചിഞ്ചുറാണി. അവർ ഇതിനിടയ്ക്ക് ഒരു പരാമർശവും നടത്തിയിരുന്നു. ഈ ചെരുപ്പെടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയത് ഈ ചെരുപ്പെറിഞ്ഞുള്ള കളിയാണ് വിഷയമായത് എന്നൊക്കെ. അതിന്റെ എല്ലാ ദൃശ്യങ്ങളും ഈ CCTVയിലുണ്ട്. അവരുടെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ കളിച്ച് ഇതിന്റെ മുകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ സംഭവങ്ങളാണ്. വെള്ളം എവിടെ കണ്ടാലും ഇന്ന് കുഞ്ഞുങ്ങളെല്ലാം കൂട്ടായി ചേർന്ന് വെള്ളത്തിൽ പോവുകയാണ്. അപകടത്തെക്കുറിച്ച് പ്രസംഗവും നടത്തിയതിനു ശേഷമാണ് എറണാകുളത്ത് പാർട്ടിയുടെ വനിതാ സംഗമ വേദിയിൽ വക്കായ്ക്ക് ചുവട് വെക്കുന്നത്. കഷ്ടമാണ് എന്നല്ലാതെ നമുക്ക് ഒരു വാചകത്തിൽ എന്ത് പറയാൻ കഴിയും? അതിനെ ഇത്രയും ഇൻസെൻസിറ്റീവ് ആവണമോ നമ്മുടെ മന്ത്രിമാർ? എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? അയ്യോ മനോഹരമായിരുന്നു. എന്തൊക്കെയാണ് ഈ പറയുന്നത്? കുട്ടികൾ പിന്നെ സ്കൂളിൽ വന്ന് എന്ത് കളി കളിക്കുമെന്ന് ഇല്ലേ? ചെരുപ്പെറിഞ്ഞ് കളിക്കുന്നത് എന്താ? കുട്ടികളെ വഴക്ക് പറയാം എന്നല്ലാതെ അവരെ ഈ രീതിയിൽ ഒരു അപകടം ഉണ്ടായതിനു ശേഷം ഈ രീതിയിലൊക്കെ പ്രതികരിക്കുന്ന ഒരു മന്ത്രി എന്നൊക്കെ പറയുമ്പോൾ അല്ലേ പാർക്കിൽ കൊണ്ടുപോകാൻ പറഞ്ഞത്? വിവരക്കേട് പറയാതെ സ്ത്രീയെ കുട്ടികളെ പാർക്കിലല്ലാതെ പാർലമെന്റിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ചിഞ്ചുറാണി പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത് എന്ത് പറ്റി നമ്മുടെ മന്ത്രിമാർക്കൊക്കെ? അല്ല, വളരെ ഓപ്പൺ ആയിട്ട് പറയാം. ചിഞ്ചുറാണി മിനിസ്റ്റർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റം തെറ്റായിപ്പോയി. മതി, പുരോഗതിയുണ്ട്, ഒന്നുമില്ല, റിയാക്ഷൻ കിട്ടിയല്ലോ. കാരണം അവർ ഈ പ്രായം കഴിഞ്ഞല്ലേ പോകുന്നത് കൊച്ചുകുട്ടികളായിട്ട്. കൊച്ചുകുട്ടികള് ഒരു ചെരുപ്പ് എറിഞ്ഞപ്പോൾ ആ ചെരുപ്പ് മോളിൽ പോയപ്പോ കയറി എടുത്തത് ആ കുട്ടിയുടെ ബോധമില്ലായ്മ കൊണ്ടാണ്, ഉത്തരവാദിത്തമില്ലായ്മ എന്നൊക്കെ പറയാന്ന് പറഞ്ഞാല് സത്യം എന്റെ ജയ്സാ ഹോ മതിയായി. സത്യം പറയുന്നത് സങ്കടം തോന്നുന്നത്. പൊതുവെ അവരങ്ങനത്തെ ഒരു കമന്റ് പറയുന്ന മന്ത്രിയല്ല. അവരെന്തൊരു ഉത്തരവാദിത്തമില്ലായ്മ അവർ പറഞ്ഞത്. അതൊക്കെയാണ് ഈ സിസ്റ്റത്തിന്റെ പിഴവ് മറയ്ക്കാൻ വേണ്ടി മന്ത്രിമാർ വായി തോന്നുന്ന എല്ലാം വിളിച്ചു പറയുകയാണ്. മുമ്പ് VN വാസവൻ മന്ത്രി പറഞ്ഞല്ലോ, ആരോഗ്യമന്ത്രി എന്താ തള്ളിയിട്ടതാണോ എന്നൊക്കെ. ഇതുപോലെ ഒരു നാക്കുപിഴ എന്ന് പോലും ഇതിനെ പറയാൻ പറ്റുകയില്ല ഇത്തരം കമന്റുകൾ. ഈ വക സർക്കാരിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞാൽ ഞങ്ങളുടെ സർക്കാരിനെ പറഞ്ഞാലില്ല. അല്ല, അങ്ങനെ പറയരുത്. VN വാസവൻ പറഞ്ഞതിന്റെ കോൺഗ്രസ് എന്നാത്തോണ്ട് ഞങ്ങൾക്ക് ഞാൻ എന്തായി പറയുന്നത് അവർ തള്ളിയിട്ട പോലെയാണ് നിങ്ങൾ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ഉടനെ അതിനെ വക്രീകരിച്ച് പറയണ്ട. കാരണം അല്ല, റെജി ലൂക്കോസ് ഭരിക്കുന്നവർക്കെതിരെ ചോദ്യങ്ങൾ ഉണ്ടാകും. എന്താ പൊള്ളുന്നുണ്ടോ? അതിന് പ്രകോപിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അത് പർപ്പസ് ആയിട്ട് ചോദിക്കരുത്. കാരണം ബഹുമാനപ്പെട്ട മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞത് തെറ്റാതെ ഞാൻ പറഞ്ഞിട്ട് കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി മാത്രം നടക്കുക. എനിക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാൻ പറ്റും. അതൊന്നും ന്യായീകരിക്കാൻ പറ്റുന്നില്ല. അവരങ്ങനെ പറയുന്നത് പൊതുവെ അങ്ങനെ ഒരു ലൂസ് ടോക്ക് നടത്തുന്ന ഒരു മന്ത്രിയല്ല. അവർ നല്ലൊരു മന്ത്രിയാ. സഹപാഠികൾ കയറരുതെന്ന് പറഞ്ഞിട്ടും കുട്ടി അവിടെ വലിച്ചു കയറി. അത് അധ്യാപകരുടെ കുഴപ്പമല്ലല്ലോ എന്ന വിചിത്രമായ ന്യായം അവിടെ മന്ത്രി നടത്തുന്നുണ്ട്. അവർ നല്ലൊരു മന്ത്രിയാ. ആള് വളരെ മര്യാദക്കാരനാണെന്ന് കണ്ടാ അല്ലേ? എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. എങ്ങനെയൊന്നും പറയുന്നത് ഒരുപക്ഷെ പരിഗണിച്ച് പറഞ്ഞായിരിക്കാം. അതൊക്കെ തെറ്റാ, അത് പിൻവലിക്കേണ്ടത് തന്നെയാ. ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ ഊരാ. പക്ഷേ ഞാൻ മറ്റൊരു ചാനലിലേക്ക് എനിക്ക് എന്റെ നെക്സ്റ്റ് ഫൈറ്റർ പ്രിപ്പയർ ചെയ്യാൻ സമയമായി. സോ ഐ ഹാവ് ടു ഗോ. പ്രസ്താവന പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്താണ് നടക്കുന്നതെന്ന് ചിന്തിച്ചു പോവുകയാണ്. ഇത്തരമൊരു വലിയ അപകടം ഉണ്ടാകുമ്പോഴും ആ ജില്ലയിലെ മന്ത്രി തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. കോമൺ സെൻസ് സീരിയലാത്തതുകൊണ്ട് എവിടെ പോയാലും നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. കാര്യമില്ല. കാരണം എല്ലാവരും ഈ കാര്യത്തിൽ സമാനമായിട്ടുള്ള പ്രാഗൽഭ്യമുള്ളവരാണ് എന്ന് അവർ ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഭാഗമായി മാത്രം ഈ ബഹുമാനപ്പെട്ട ചിഞ്ചുറാണിയെയും കണ്ടാൽ മതി, വാസവനെ കണ്ടാൽ മതി, നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു, ശ്രീമതി വീണ ജോർജിനെ കണ്ടാൽ മതി, ശിവൻകുട്ടിയെ കണ്ടാൽ മതി എന്നൊക്കെ പറയുമ്പോൾ 21 ആളുകളുടെ പേരുകളും നമ്മളിവിടെ പറയേണ്ടതായിട്ട് വരും. ഞാൻ അത് നമ്മളെ ഒന്ന് ഇരുത്തിയതല്ലേ? വാർത്ത അനുസരിച്ച് 1.7 മീറ്റർ മാത്രമേ ഇതിന്റെ മേൽക്കൂരയും ലൈനും തമ്മിലുള്ള അകലം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മഞ്ജുഷേ, എങ്ങനെയാണ് ഇവർ ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്? സ്വാഭാവികമായി ഈ കെട്ടിടം പോയി പരിശോധിക്കുമ്പോൾ സാമാന്യ ബുദ്ധിക്കുള്ളത്, മഞ്ജുഷാകട്ടെ ഞാനാകട്ടെ, ഒരു കെട്ടിടത്തിന് മുകളിൽ പ്രത്യേകിച്ച് ഈ മുമ്പേ പറഞ്ഞതുപോലെ ഊഞ്ഞാൽ പോലെ കിടക്കുന്ന ഒരു കമ്പി കണ്ടു കഴിഞ്ഞാൽ അടിയന്തരമായി അത് മാറ്റണം. പ്രത്യേകിച്ച് ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അത് ചെയ്യണമെന്ന് പറയാനായിട്ട് വലിയ പ്രത്യേകിച്ചുള്ള സവിശേഷ ബുദ്ധിയൊന്നും വേണ്ടല്ലോ. ഈ സ്കൂളിന് 100 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറയുന്നു. എന്നാൽ ഈ കെട്ടിടം പണിതിട്ട് 8 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായി ഈ കെട്ടിടം പണിയണമെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവിടുത്തെ പഞ്ചായത്തിൻ്റെ ലൈസൻസ് കൊടുത്തിരിക്കണമല്ലോ. അത് വലിയൊരു പോയിന്റ് അല്ലടോ. വളരെ ശ്രദ്ധയില്ലാതെ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ഇതിന് അനുവാദം കൊടുക്കാനായി സാധിക്കും? അപ്പോൾ അവിടെയാണ് മഞ്ജുഷ് പറഞ്ഞ മറ്റൊരു കാര്യം പ്രസക്തമാകുന്നത്. ഇതിൻ്റെ മാനേജർ ആരാണെന്ന് നല്ലതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡിലുള്ള ഉദ്യോഗസ്ഥർക്ക് അറിയാം, പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർക്കറിയാം, അവിടുത്തെ അധ്യാപകർക്കും അറിയാം. അതുകൊണ്ട് അവരിതൊക്കെ ഏതെങ്കിലും തരത്തിലൊരു തട്ടിക്കൂട്ട് ഏർപ്പാടിൽ കൂടെ
ഇതിൻ്റെ ലൈസൻസ് കൊടുത്തതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ കുറ്റപ്പെടുത്താനായിട്ടാവുകയില്ല. അത് ശരി. ഒരു സ്ഥലമൊക്കെയാണ്. ഇപ്പോഴും കുറച്ചു കാലങ്ങളിലാണ് അവിടെ ഒരു ഇതുപോലെ ഷെഡ്, കുഞ്ഞുങ്ങളുടെ സൈക്കിൾ വെക്കുന്നതിനുള്ള ഷെഡ് പണിയാൻ തുടങ്ങിയത്. കുറച്ചു കാലം പറഞ്ഞു കഴിഞ്ഞാൽ 9 വർഷമായില്ലേ? അതിൽ പഞ്ചായത്തിന്റെ പെർമിറ്റുകളൊന്നും വാങ്ങിച്ചിട്ടുണ്ടോ ഒന്നും 9 വർഷം എന്ന് പറയുന്നത് കുറച്ചു കാലമാണോ? ഈ സൈക്കിൾ കെട്ടിടത്തിന് പെർമിഷൻ കൊടുത്തത് ആരാണ്? പഞ്ചായത്തല്ലേ? തദ്ദേശ ഭരണ വകുപ്പല്ലേ? പെർമിഷൻ ഒന്നും വേണ്ട. ഇന്നിപ്പോ ഞങ്ങളത് ചോദിച്ചപ്പോഴാണ് പെർമിഷൻ ഒന്നും വേണ്ട എന്നുള്ള രീതിയാണ് അവിടെ കേൾക്കാൻ സാധിച്ചത്. പഞ്ചായത്തിൽ നിന്ന് പെർമിഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ആ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ആരാണ് ശ്രീമതി ലാലി? വർഷാവർഷം പുതുക്കി കൊടുക്കുന്നത് ആരാണ്? അത് പഞ്ചായത്തിലെ AE ആണ്. അവന്റെ തലയിൽ ഇടിത്തി വീഴും. കോട്ടയം മെഡിക്കൽ കോളേജിലെ ആ അപകടം അതുണ്ടാക്കിയ ആഘാതം തീർന്നിട്ടില്ല. അവിടെ കണ്ടതുപോലെ തന്നെയുള്ള ഒരു സിസ്റ്റം എറർ അത് തന്നെയാണല്ലോ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ വാക്ക് കടമെടുത്ത് പറയുകയാണ്. അയ്യോ, ചാനലുകാരുടെ ഇന്നത്തെ അത്താഴം ഞാനായിരിക്കും. തീർച്ചയായിട്ടും. കാരണം എന്ത് വിശ്വസിച്ചിട്ടാണ് നമ്മൾ വിദ്യാലയങ്ങളിൽ കുട്ടികളെ അയക്കുന്നത്, എന്ത് വിശ്വസിച്ചിട്ടാണ് നമ്മുടെ ബന്ധുക്കളെ ആശുപത്രികളിലേക്ക് അയക്കുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒളിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളെ വെറുതെ ബ്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോരുത്തരും ശ്രമിക്കുകയാണ്. മന്ത്രി ശ്രീമതി ചിഞ്ചുറാണിയുടെ ഭാഗത്തു നിന്നൊക്കെ വന്നിരിക്കുന്ന പ്രസ്താവന നമ്മൾ ആലോചിച്ച് നോക്കൂ. എത്രത്തോളം നിരുത്തരവാദപരമാണ്. ഒരു പിടിയും കിട്ടുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. റിപ്പോർട്ട് ഇപ്പൊ നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കണ്ടിരിക്കുന്ന ഇതേപോലെ എയർലി തിയറി അവതരിപ്പിക്കലായിരുന്നില്ലേ? അവിടെ നടന്നിരിക്കുന്നത് എന്താണ്? ആ കെട്ടിടം അതിന് ഫിറ്റ്നസ് ഉള്ളതാണോ? അവിടെ വാർഡുകൾ പ്രവർത്തിക്കുന്നുണ്ടോ? ഈ കാര്യത്തിനെ പറ്റി ഒന്നും അറിയാതെ സൂപ്രണ്ട് പെട്ടെന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് എന്തോ കാര്യം പറഞ്ഞു കേട്ടത് അത് ആധികാരികമെന്ന മട്ടിൽ തത്തമ്മയെ പൂച്ച പോലെ മന്ത്രിമാർ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് പറഞ്ഞതുകൊണ്ടാണ് അത് കൂടുതൽ അബദ്ധമായി മാറിയത്. എന്ത് തരത്തിലുള്ള നടപടിയാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്? ഇപ്പൊ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയെ വരെ കുറ്റം പറയുന്ന രീതിയിലത്തേക്ക് ഇത് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാൽ ശരി, കുട്ടികൾ ചെരുപ്പെറിഞ്ഞ് കളിക്കുന്നില്ല, കളിയുടെ ഇടയിൽ ചെരുപ്പ് ഈ സൈക്കിൾ ഷെഡിന്റെ മുകളിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ഓരോ ക്ലാസ്സിലും പിള്ളേർക്ക് പ്ലേ സ്റ്റേഷൻ മേടിച്ചു കൊടുക്കുക, പിള്ളേർ കളിക്കാൻ, ക്ലാസ് റൂമിലിരുന്ന് കളിക്കട്ടെ. അപ്പൊ കളിയിടങ്ങൾ നമുക്കിനി വേണ്ടല്ലോ, അവിടെയും കെട്ടിടം വെക്കാമല്ലോ. എന്ത് തരത്തിലുള്ള അബദ്ധങ്ങളൊക്കെയാണ് ഈ പറയുന്നത്? മഞ്ജുഷ്, ഒരു നിർദ്ദേശം പറയാം. അതായത് ഈ സ്കൂളുകളുമായി ബന്ധപ്പെട്ട സുരക്ഷാ മാനദണ്ഡവും മറ്റും നമ്മൾ ഇതിന്റെ ഉത്തരവാദിത്വം സ്കൂൾ മാനേജ്മെന്റിനെ ഏൽപ്പിക്കേണ്ട. ഞാൻ പറഞ്ഞത് അത് PTA ഏൽപ്പിക്കുക, ഒപ്പം കുട്ടികളെ ഏൽപ്പിക്കുക. കുട്ടികളോട് പറയുക, നിങ്ങളുടെ ക്ലാസ്സിൽ, നിങ്ങളുടെ സ്കൂൾ കോമ്പൗണ്ടിൽ ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള സുരക്ഷാ ഭീഷണിയുള്ള എന്ത് കാര്യവും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്ന രീതിയിൽ പറഞ്ഞതിന്റെ ഉത്തരവാദിത്വം കുട്ടികളെ ഏൽപ്പിച്ചോളൂ. ഓരോ സ്കൂളിലും, കേരളത്തിലെ സ്വകാര്യ മാനേജ്മെന്റിന്റെ ആണെങ്കിലും സർക്കാർ കീഴിലുള്ള സ്കൂളുകളിലാണെങ്കിലും നാളെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തന്നെ 10,000 പരാതിയെങ്കിലും കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമുണ്ടോ? അത് ശരിയാ. ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഇങ്ങനൊരു ദുർഗതി ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന